Now let us revise how to write a cover letter. You can refer page number 87 of your textbook from Words to Deeds. Page number 87. Activity 1. This is the cover letter Rahul wrote to the manager of Global Consultants Private Limited. Look at the different parts of the letter and identify what is contained in each box. Take it from the help box given at the end. First, Rahul Verma, Star Apartments, Ernakulam, Kerala, mobile number, email ID. Okay, so this box, this is sender's address. First, sender's address. You have to follow this format. It is better to follow this format for your diploma examination. Okay, can check. So first, sender's address, phone number, email address. Then this is date. Notice the format of date. Date should be like this. 23rd August 2014. Date, then to address. The manager, Global Consultants Limited, Kakkanad, Ernakulam. ഈ ഗ്ലോബൽ കൺസൾട്ടൻസിലോട്ടാണ് കവർ ലെറ്റർ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആരാണ് സെൻഡ് ചെയ്യുന്നത്? നിങ്ങളാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ആയിരിക്കണം ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ദെൻ ഡേറ്റ് ഇതേ ഫോമാറ്റിൽ കൊടുക്കുക. ദെൻ ടു അഡ്രസ്സ്, ആർക്കാണോ ലെറ്റർ സെൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഡിയർ സർ, ദാറ്റ് ഈസ് സല്യൂട്ടേഷൻ. ദെൻ സബ്ജക്റ്റ്. എല്ലാ ആപ്ലിക്കേഷൻ ലെറ്ററിലും സബ്ജക്റ്റ് ഇതേപോലെ തന്നെ കൊടുത്താൽ മതി. ആപ്ലിക്കേഷൻ ടു ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഏത് പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും യുവർ റീസൺ ഇസ് subject line should be like this: application to the post of technical assistant. Suppose ഒരു മാനേജറുടെ പോസ്റ്റിലേക്കാണെങ്കിൽ, ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മാനേജർ. ദെൻ ഫസ്റ്റ് introductory paragraph. I happen to come across your advertisement for the post of technical assistant in the Hindu. Date, I am very much interested in applying for the same. അതായത് എവിടെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ടത്, ഏത് ഡേറ്റ് ആണ്, ആൻഡ് we are interested to applying for the job. You can use this introductory paragraph as common to all cover letters. എല്ലാ കവർ ലെറ്ററിനും യൂസ് ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഏറ്റവും ഈസി ഫോർ പാസ്റ്റ് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഈസിനെസ് ആണ് ഈ ഒരു കോമൺ എല്ലാ കവർ ലെറ്ററിനും ആപ്ലിക്കബിൾ ആണ്. ദെൻ കണ്ടന്റ്. ആസ് യു വിൽ നോട്ടീസ് ഫ്രം my enclosed CV, I have passed a diploma in chemical engineering with a first class from the Government Polytechnic College, Thrissur. സോ സി വി നമ്മൾ കവർ ലെറ്ററിൻ്റെ കൂടെ വയ്ക്കുന്നതാണ് സി വി. സി വിയിലാണ് എല്ലാ ഡീറ്റെയിൽ കൊടുക്കുന്നത്. നമ്മൾ കവർ ലെറ്ററിൽ കണ്ടന്റ് കൊടുക്കുമ്പോൾ എഡ്യൂക്കേഷൻ എന്താണ്, ഇപ്പോൾ എത്ര മാർക്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പാസ്സായത്, അത് കൊടുക്കണം. The certificate holder in DTP from College of Applied Sciences. Certificate holder in DTP എന്നുള്ളത് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണുള്ളത്. ദെൻ എക്സ്പീരിയൻസ്. ഐ വർക്ക്ഡ് ആസ് എ ട്രേഡ് ഇൻസ്ട്രക്ടർ ഇൻ SNB കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഫോർ 1 year. എവിടെയാണ്, എത്ര ഡ്യൂറേഷനാണ്, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള അനുസരിച്ചിട്ട് എക്സ്പീരിയൻസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഒക്കെ കാണിക്കാം. സോ നോട്ടീസ് വൺ തിങ്, ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് തൃശ്ശൂർ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പേര് നോട്ട് ചെയ്യുക. ഒന്നും ഷോർട്ട് ഫോമിൽ കൊടുക്കരുത്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരൊക്കെ ഫുള്ളായിട്ട് കൊടുക്കുക, ഫുൾ അഡ്രസ്സ് കൊടുക്കുക. ദെൻ കൺക്ലൂഷൻ. ഐ ആം കോൺഫിഡൻറ്റ് ഐ ക്യാൻ മേക്ക് സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു യുവർ കമ്പനി. ഐ വർക്ക് വെൽ അണ്ടർ പ്രഷർ and carry out assignments with precision. ഈ കൺക്ലൂഷനും കോമൺ ആയിട്ട് എല്ലാ കവർ ലെറ്ററിനും യൂസ് ചെയ്യാം. And I look forward to an opportunity to work with your company and contribute to its continued success. ഇതെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, നെയിം. ദെൻ എൻക്ലോഷേഴ്സ്. എൻക്ലോഷേഴ്സ് മീൻസ് നമ്മൾ ഈ കവർ ലെറ്ററിൻ്റെ കൂടെ എന്തൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. 1 കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്, റെസ്യൂം, ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കവർ ലെറ്റർ.
Hope all of you understand how to write a cover letter. It is a question from April 2019 question paper. India's biggest automobile company, Tata, is looking for smart, young, dedicated technicians to the different branches. Candidates must have diploma in automobile or mechanical engineering and a minimum of 3 years experience. Apply within 10 days to the HR manager, Intelcom Private Limited, Bangalore. Prepare a cover letter in response to the advertisement given in the Hindu of 21 October 2017. Now let us answer the question. So sender's address, Gautam Krishna, Skyline Apartments, KMP Lane, Chennai. Email, phone number, then date, a format. Then HR question ചോദിച്ചിട്ടുള്ളത് apply within 10 days to the HR manager, Intelcom Private Limited, Bangalore. HR manager apply ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ടു അഡ്രസ് വെച്ചു, salutation, sir, then subject application for the post of techniciansനെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ application for the post of technician, application for the post of technician. Okay. Then now we have to write the introductory paragraph. I happen to came across your advertisement for the post of technical assistant. I happened to came across so now it is completed. I happened to came across your advertisement for the post of technician in the Hindu of 3rd July 2021. I am very much interested in applying for the same. You can use this introduction as common to all the cover letters. ഏത് കവർ ലെറ്റർ ആണെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ, ഇഫ് യു ഫേസ് എ ഡിഫിക്കൽട്ടി ടു പാസ് യുവർ എക്സാമിനേഷൻ, ഈ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പഠിച്ചു വയ്ക്കാം, കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ കവർ ലെറ്ററിനും ഈ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഐ ഹാപ്പൻ ടു കെയിം ഇപ്പോൾ ഡേറ്റ് മാറ്റുക, ചേഞ്ച് ചെയ്യേണ്ടത് ഡേറ്റ്, പോസ്റ്റിൻ്റെ നെയിം ഒക്കെ ചേഞ്ച് ചെയ്യാം. Next, content part. When you write the content part, write it according to the question. ഇപ്പോൾ കണ്ടന്റിൽ നമ്മൾ വെക്കേണ്ടത് ക്വാളിഫിക്കേഷൻ, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എവിടെ നിന്നാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്തത്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യുക, ഇത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ്, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. സോ ആസ് യു വിൽ note from my enclosed CV, as you will, എല്ലാം ഈ ലെഫ്റ്റ് സൈഡ് ചേർത്ത് മാത്രം എഴുതുക. ഇൻക്ലൂസ്ഡ് CV, അതായത് എൻ്റെ CV കറിക്കുലം വീറ്റയിൽ ഞാൻ വെച്ചിട്ടുള്ള പോലെ I have passed നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ്. സോ അതിലേതെങ്കിലും ഒരെണ്ണം വയ്ക്കുക. ഐ ഹാവ് പാസ്ഡ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം, എവിടെ നിന്നാണ് പാസ്സായത് അല്ലേ, ഏതാണ് ഗ്രേഡ്, വിത്ത് എ ഫസ്റ്റ് ക്ലാസ്, with a first class, എവിടെ നിന്ന്, ഫ്രം. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഷോർട്ട് ഫോം വെക്കരുത്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെച്ചു, ചേർത്തല. ഓക്കെ, നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആഡഡ്. ദെൻ അവർ ചോദിച്ചിട്ടുള്ളത് വിത്ത് ആൻഡ് മിനിമം ഓഫ് 3 year എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം.
minimum 3-year experience. They are asked minimum 3 years. So if you have an addition, ഒരു additional qualification കൂടെ ഇവിടെ ആഡ് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് വയ്ക്കുക, 3 എക്സ്പീരിയൻസ് വയ്ക്കുക. For the post. Next നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. I am confident I can make a substantial contribution to your company. I work well under pressure. And carry out assignments with precision. Confident I can make a substantial contribution to your company. I work well under pressure and carry out assignments with precision. This paragraph, ഈ ഒരു കൺക്ലൂഷനും എല്ലാത്തിനും കവർ ലെറ്ററിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. Then I look forward to an opportunity to work with your company and contribute to the continued success. അതുകൂടെ ആഡ് ചെയ്യാം. അടുത്തൊരു പാരഗ്രാഫായിട്ട് കൊടുക്കാം. പാരഗ്രാഫ് കൊടുക്കുമ്പോൾ ടാബ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി എഴുതരുത്. ഒരു 1 ലൈൻ ഗ്യാപ്പ് അല്ലെങ്കിൽ 2 ലൈൻ ഗ്യാപ്പ് കൊടുക്കുക. സെയിം ലെവലിൽ തന്നെ കീപ്പ് ചെയ്യുക. ഐ ലുക്ക് ഫോർവേഡ് ടു ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് യുവർ കമ്പനി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് കണ്ടിന്യൂഡ് സക്സസ്. ഇതെല്ലാം കോമൺ പാരഗ്രാഫായിട്ട് എല്ലാ കവർ ലെറ്ററിനും യൂസ് ചെയ്യാം. കണ്ടിന്യൂഷനാണ് നെക്സ്റ്റ്. താങ്ക് യു കഴിഞ്ഞാൽ സെയിം ലെവലിൽ തന്നെ താങ്ക് യു. Yours faithfully. Yours apostrophe ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. Yours faithfully. Signature. Name. നമ്മളിവിടെ ഗൗതം എന്ന് കൊടുത്തു. ഇനി ലാസ്റ്റ് ആണ് എൻക്ലോഷേഴ്സ്. 1 copies of certificates, then resume, photographs. Box കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കവർ ലെറ്റർ. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കവർ ലെറ്റർ ഇത്രയും മാത്രം, ഒത്തിരി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. നീറ്റായിട്ട് മിസ്റ്റേക്സ് ഇല്ലാതെ എഴുതുക. സോ യു ക്യാൻ സ്കോർ മാർക്സ്. താങ്ക് യു.